ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പർച്ചേസ് വ്ലോഗാണ് കേട്ടോ. എംലൂസിൻ്റെ ബർത്ത്ഡേ ആണ് ജൂൺ 8 അപ്പം അതിനു വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് പോവുമായിരുന്നേ. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അജ്മൽക്കാടെയും അമീനയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്നത്തെ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് അതുകൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെഡ്സ് ഇന്ത്യയിലോട്ട് വന്നായിരുന്നു കേട്ടോ. ഞാനും അജ്വൽക്കായും അമീനായോ ഉള്ളായിരുന്നു. ഉമ്മായിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ടതുകൊണ്ട് ഉമ്മ ഹോസ്പിറ്റലിലോട്ടും പോയായിരുന്നു. അങ്ങനെ പിന്നെ എംലൂസിന് ഡ്രസ്സൊക്കെ നോക്കി അങ്ങനെ കുറേ തിരഞ്ഞതിന് ശേഷം വെച്ച് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിക്കത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് എടുത്ത് നേരെ പിന്നെ വന്നത് എസ് ഭാരതിലോട്ടായിരുന്നേ. മോനിക്ക് വേറെയും ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന ടൈമിൽ തന്നെ ഉമ്മ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എമിലൂസിന് ഈ ഒരു ടീഷർട്ട് ഞാൻ എടുത്തായിരുന്നു. അത് നല്ലതുപോലെ അവന് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എടുക്കാൻ പറ്റിയില്ല, കാരണം അതിൻ്റെ കൂടെ ഒരു കോട്ട് ഉണ്ടായിരുന്നു. അത് ഭയങ്കര വലുതായതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ടൈമിലാണ് എമിലൂസിന് ഈ ഒരു ഫ്രണ്ടിനെ കിട്ടുന്നത്. എമിലൂൻ്റെ സെയിം ഏജാണ് കേട്ടോ. പക്ഷേ ആളൊരു ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. എമിലൂസ് ആണെങ്കിൽ അതിനെ പോയി പിടിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് അവിടെ നിന്ന് ചേച്ചി ഒരു പെന്നെടുത്ത് കൊടുത്തായിരുന്നു. അതിവൻ ബ്രഷാണെന്നും പറഞ്ഞ് ബ്രഷ് ചെയ്ത് കാണിക്കുക കേട്ടോ. പിന്നെ അവിടെ അടുത്ത് നിൽക്കുന്ന പിള്ളേർക്കെല്ലാം ബ്രഷ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് ചെല്ലുക. അവൻ എവിടെ ചെന്നാലും കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടും. പിന്നെ അങ്ങനെ നമ്മൾ ഒരു 2-3 ഡ്രസ്സ് ഇവിടുന്ന് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇസുവിനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നേ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എനിക്കും അമീനാക്കും ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു. എനിക്ക് കിട്ടിയില്ല. കിട്ടാഞ്ഞതല്ല, എംലൂസിന് എടുത്ത സെയിം കളർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വെച്ചെന്ന സമാധാനത്തെ വന്ന് എടുക്കാവുന്ന പിള്ളേർ രണ്ടുപേരും ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എംലൂസ് ആ ഒരു ടൈമിൽ ഇവിടെ എല്ലാം ഓടിക്കളിക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു ചേച്ചി അവൻ്റെ പുറയിൽ തന്നെ നിൽക്കുമായിരുന്നു. അവൻ എവിടെ ഓടുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി പിടിച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പർച്ചേസ് വ്ലോഗ് ഇത്രയേ ഉള്ളേ. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആനിവേഴ്സറിയുടെ വീഡിയോ കൂടി ജസ്റ്റ് ഒന്ന് കാണാവേ. ഞങ്ങൾ കേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഴയായതുകൊണ്ട് കേക്ക് കൊണ്ടുവരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ മഴയൊക്കെ തോന്നിയതിന് ശേഷം വെച്ച് കേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഗ്രീൻ കളർ കേക്ക് പൊന്നും റോഷ്നിയും കൊണ്ടുവന്നതായിരുന്നേ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ 3ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നേ. ഇതിൽ ഇവർ ആദ്യമായിട്ട് ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒന്നിച്ചുള്ളായിരുന്നു. കഴിഞ്ഞ 2 വെഡ്ഡിങ് ആനിവേഴ്സറി ടൈമിലും ഇക്ക ഗൾഫിലായിരുന്നു. അപ്പോൾ ഈ ഒരു ആനിവേഴ്സറിക്ക് ഒന്നിച്ചുള്ളതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ആനിവേഴ്സറിയുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ളൊരു മൊമെൻ്റൊക്കെ വരുമ്പം നമുക്ക് ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും എല്ലാവരും ഒത്ത് സന്തോഷത്തെയൊക്കെ നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും അതൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വെച്ച് എല്ലാവരും വീട്ടിലോട്ട് പോയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ.